സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു. അവൻ്റെ വീട്ടിലെ നമ്പർ അറിയാമോ? അറിയത്തില്ല, അവൾ ഖേദത്തോടെ പറഞ്ഞു. പെട്ടെന്നാണ് അവൾക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അവൻ കല്യാണം ആലോചിച്ച ശ്രീജിയുടെ വീട്ടിൽ ചെന്നാൽ അവിടുത്തെ നമ്പർ കിട്ടും. പക്ഷേ അവർ തരുമോ? അവൻ്റെ വീട്ടിലെ നമ്പർ ഞാൻ നാളെ പറഞ്ഞു തരാം. അമ്മച്ചിയോട് ഇക്കാര്യം പറയണേ, വലിയ വിഷമമാകും എനിക്കറിയാം. പക്ഷേ എനിക്ക് ശ്രീരാജിനെ കിട്ടിയേ പറ്റൂ ചാച്ച, അത്രയ്ക്ക് ഞാൻ. അവൾ പൊട്ടിക്കരഞ്ഞു. മോളെ, നീ കരയരുത്, ചാച്ചൻ വരാം, വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. നീ അവിവേകമൊന്നും കാണിക്കരുത്, സമാധാനമായിട്ടിരിക്കെ. എന്തിനും ചാച്ചനുണ്ട് നിൻ്റെ കൂടെ. ശരി ചാച്ച. കോൾ കട്ട് ചെയ്തിട്ട് ഈപ്പച്ചൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു. പിന്നെ അയാൾ ബെറ്റിയുടെ മുറിയിലേക്ക് ചെന്നു. തലേന്ന് അവളെയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അവരുടെ അടുത്തിരിക്കുകയായിരുന്നു സിസിലി. ആരാ ഇപ്പം വിളിച്ചേ? സംസാരിക്കുന്നത് കേട്ടു, സിസിലി ചോദിച്ചു. ഹണിയായിരുന്നു, ഈപ്പച്ചൻ പറഞ്ഞു. അപ്പോഴാണ് അയാളുടെ മുഖം ബെറ്റി ശ്രദ്ധിച്ചത്. എന്തു പറ്റി ചാച്ച? അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. അവൾ ഒരു വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടിയേക്കുക. ആരെങ്കിലും അറിഞ്ഞാൽ വലിയ പേരുദോഷമാകും. ഈപ്പച്ചൻ തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്നു. എന്നതാ കാര്യം, തെളിച്ചു പറ, സിസിലി ആവശ്യപ്പെട്ടു. ഹണിയിൽ നിന്നറിഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ രണ്ടുപേരോടും പറഞ്ഞു. രണ്ടുപേരും സ്തബ്ധരായിരുന്നു. ഈ പെണ്ണിതെന്തു ഭ്രാന്താ കാണിച്ചേ? ഞാൻ അന്നേ പറഞ്ഞതാ ദൂരെ എങ്ങും പഠിക്കാൻ വിടണ്ട, ബികോമിന് ക്രിസ്ത്യൻ കോളേജിൽ ചേർത്താൽ മതിയെന്ന്. അപ്പനും മോളും ഒറ്റക്കെട്ടായി നിന്നല്ലയോ എഞ്ചിനീയറിങ്ങിന് കൊണ്ട് ചേർത്തേ. കണ്ണും വെട്ടത്തായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമായിരുന്നോ? കരഞ്ഞും കുറ്റപ്പെടുത്തിയും സിസിലി ഇരുന്നു. റോബിൻ ഇതൊന്നും അറിയില്ലേ ചാച്ച, നാണക്കേടാകും എനിക്ക്. പിന്നെ റോബിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുമോ? ബെറ്റി ദുഃഖിച്ചു. അന്ന് ആ വിൽസൺ ആലോചനയും കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ എതിർത്തത് അവന് പ്രായക്കൂടുതലാണെന്നും പറഞ്ഞ്. അന്നത് സമ്മതിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും നടക്കുമായിരുന്നോ? അമ്മച്ചിയെയും മോളെയും ഈപ്പച്ചൻ കുറ്റപ്പെടുത്തി. അതിനെന്താ, ഇനിയായാലും അത് നടക്കുമല്ലോ. എത്രയും വേഗം നിങ്ങൾ നാട്ടിലേക്ക് ചെല്ല്. കുഞ്ഞിന് 2 മാസമായാൽ ഞാനും അങ്ങ് വരാം. എത്രയും പെട്ടെന്ന് അവളുടെ കെട്ടുറപ്പിക്ക്, സിസിലി പറഞ്ഞു. ആലോചനയോടെ ഈപ്പച്ചൻ മെല്ലെ തല കുലുക്കി. വീണ കാപ്പിയുമായി ചെന്നപ്പോൾ ബെഡ്റൂമിൽ വിൽസൺ ഇല്ല, കിടക്ക ശൂന്യം. അവളൊന്ന് പകച്ചു. ബാത്റൂമിൻ്റെ വാതിലിൽ തട്ടി വിളിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് മറുപടിയുമില്ല. സാധാരണ ബാത്റൂമിൻ്റെ വാതിൽ വരെ അവൾ വിൽസനെ കൈ പിടിച്ച് കൊണ്ടുപോകാറുള്ളതാണ്. അങ്കിൾ, അവൾ വിളിച്ചു നോക്കി. വിളി കേട്ടില്ല. വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ സിറ്റൗട്ടിലെ കസേരയിലിരുന്ന് കക്ഷി പത്രം വായിക്കുന്നു. എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അയാൾ തലയുയർത്തി നോക്കി. എന്താ പറഞ്ഞത്? ബെഡ്റൂമിൽ നോക്കിയപ്പോൾ കണ്ടില്ല. എന്തിനാ ഇപ്പോൾ എഴുന്നേറ്റ് നടന്നേ? കാപ്പി ഗ്ലാസ് കൊടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. 2 ആഴ്ച റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്? ഇന്നലെ കൊണ്ട് 2 ആഴ്ച തീർന്നല്ലോ. ഇനി നടക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല, അയാൾ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് ചെന്നാലല്ലയോ ഡോക്ടർ പറഞ്ഞത്? എന്നിട്ട് നടന്നു നോക്കിയാൽ മതിയായിരുന്നു. എൻ്റെ ഹണി, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെപ്പോലെ സംസാരിക്കാതെ. നമ്മളിന്ന് ഡോക്ടറെ കാണാൻ പോവുമല്ലേ? നടന്നു നോക്കുമ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അക്കാര്യം ഡോക്ടറോട് പറയണം. എന്നിട്ട് വല്ല പ്രോബ്ലവും ഉണ്ടോ? ഏയ്, കൂളായിട്ടാണ് ഞാനിവിടെ വരെ നടന്നു വന്നത്. വേണമെങ്കിൽ ഇത്തിരി ഓടി നോക്കാനും ഞാൻ റെഡിയാ. അയ്യോ വേണ്ട. എന്നിട്ട് വേണം 2 ആഴ്ച കൂടി ബെഡ് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നത്. വിൽസൺ ചിരിച്ചു. കൂട്ടിലടച്ച കിളിയെപ്പോലെ 2 ആഴ്ച കിടന്നതിൻ്റെ വിഷമം എനിക്കല്ലേ അറിയൂ. ഹണി, നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചേനെ, അയാൾ പറഞ്ഞു. എന്നിട്ടും ചെറുതായിട്ട് ഭ്രാന്ത് പിടിച്ചതൊക്കെ ഞാൻ കണ്ടേ, അവൾ അർത്ഥം വെച്ച് ചിരിച്ചു. അതിന് കാരണക്കാരി നീയാണ്. അതിനും കുറ്റം എനിക്ക്. പഴയ കാമുകിയെ കണ്ടതിൻ്റെ ഇളക്കമായിരുന്നെന്ന് എനിക്കല്ലേ അറിയൂ. പെട്ടെന്ന് വിൽസൻ്റെ ചിരി നിന്നു. ഇടയ്ക്കിടയ്ക്ക് സൗകര്യം കിട്ടുമ്പോഴൊക്കെ അവൾ മാധുരിയുടെ കാര്യം പറഞ്ഞ് അയാളെ കളിയാക്കും. അപ്പോൾ അയാളുടെ മുഖത്ത് തെളിയുന്ന പാരവശ്യം കണ്ട് അവൾ ചിരിക്കും. എന്തിനാ നീ ഇപ്പോൾ അതൊക്കെ പറയുന്നത്? അതൊക്കെ കേൾക്കാൻ അങ്കിളിന് ഇഷ്ടമായതുകൊണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും നീ പറയണ്ട. കഴിഞ്ഞ കാര്യമൊന്നുമല്ലല്ലോ. മാധുരി ചേച്ചി ഇതുപോലെ ഇനിയും വരും. 9 ആകുമ്പോഴേക്ക് ഉല്ലാസം റോണിയും വരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പോഴേക്കും റെഡിയാകണം. അയാൾ പെട്ടെന്ന് വിഷയം മാറ്റി. ഉത്തരവ്. ചിരിച്ചുകൊണ്ട് അവൾ കിച്ചണിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി കഴിഞ്ഞിരുന്നു. അങ്കിളിൻ്റെ കൂട്ടുകാർ വന്നിട്ട് ചായ ഉണ്ടാക്കാം, അവർക്കും കൊടുക്കാമല്ലോ. അവൾ വിൽസൻ്റെ ബെഡ്റൂമിലേക്ക് ചെന്ന് വാർഡ്രോബ് തുറന്ന് ഷർട്ടും അതിന് മാച്ച് ചെയ്യുന്ന പാൻസും എടുത്ത് ഇസ്തിരിയിട്ട് ബെഡിൽ വെച്ചു. അപ്പോഴാണ് വിൽസൺ കയറി വന്നത്. ഡോക്ടറെ കാണാൻ പോവല്ലേ?
ഒന്ന് മേൽ കഴുകുന്നതിൽ തെറ്റില്ല, അവൾ പറഞ്ഞു. ഉത്തരവ്. അവൾ ചിരിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ബൈക്കിൽ ഉല്ലാസ റോണിയും പാഞ്ഞെത്തി. അപ്പോഴേക്ക് വിൽസൺ മേൽ കഴുകി ഡ്രസ് ചെയ്ത് തയ്യാറായി കഴിഞ്ഞിരുന്നു. എടാ, നിങ്ങൾ വല്ലതും കഴിച്ചോ? അയാൾ അവരോട് ചോദിച്ചു. കഴിച്ചിട്ടാണാ വരുന്നത്, ഉല്ലാസ് പറഞ്ഞു. വേണമെങ്കിൽ വാ, ഹണി ഇടിയപ്പവും മുട്ട റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട, അണ്ണൻ കഴിക്കേ, ഞങ്ങൾ കൂടെ ഇരിക്കാം. വിൽസൺ കഴിക്കുന്നത് നോക്കി റൗണിയും ഉല്ലാസും ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരുന്നു. വീണ അവർക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തു. ഹണി വരുന്നില്ലേ ഹോസ്പിറ്റലിലേക്ക്? റോണി ചോദിച്ചു. വരണോ? നിങ്ങൾ രണ്ടുപേരുമില്ലേ? അതുപോരെ? അവൾ മടിച്ചു. അയ്യോ, ഹണിയും വരണം. ഡോക്ടർ പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ടേ? ഞങ്ങൾ കേട്ടിട്ട് കാര്യമില്ലല്ലോ, ഉല്ലാസ് പറഞ്ഞു. എന്നാൽ ഞാൻ ഇപ്പം വരാം. ഡ്രസ് ചെയ്യാനായി അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോയി. ഇന്ന് നടന്നു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? റോണി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലടാ, കുറച്ച് ദിവസം കൂടെ നടക്കാതിരുന്നതിൻ്റെ ഒരു പിടുത്തമുണ്ട്. അല്ലാതെ കുറച്ച് നടന്നു കഴിയുമ്പം അത് ശരിയാകും. അണ്ണൻ ഓഫീസിൽ പോയി തുടങ്ങിയാൽ പിന്നെ ഹണി ഇവിടെ കാണുമോ? ഉല്ലാസ് ചോദിച്ചു. അവൾ ഹോസ്റ്റലിലേക്ക് പോകുമെന്നാണ് ഇന്നലെ പറഞ്ഞത്. പോകാതെ പറ്റില്ലല്ലോ. അച്ചായന് ഹണി അങ്ങ് കെട്ടിയാലെന്താ? റോണി ചോദിച്ചു. വിൽസൺ മുഖമുയർത്തി അവനെ തുറച്ചു നോക്കി. നീ എന്നതാടാ റോണി പറയുന്നേ? അവൾ സമ്മതിച്ചാലും അവളുടെ അപ്പനമ്മമാർ സമ്മതിക്കത്തില്ല. അതെന്താ സമ്മതിച്ചാൽ? അച്ചായന് ആരോഗ്യമില്ലേ, സൗന്ദര്യമില്ലേ, അന്തസ്സുള്ള ഒരു ഉദ്യോഗമില്ലേ, ഒന്നാം തരം ഒരു വീടില്ലേ? റോണി എണ്ണി എണ്ണി ചോദിച്ചു. നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ അവൾ പ്രായത്തിൽ ചെറിയ കുട്ടിയല്ലേടാ. എൻ്റെ അണ്ണ, അമ്മയ്ക്ക് 20 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചത്. അച്ഛനൊന്ന് പ്രായം 34, അതായത് 14 വയസ്സിൻ്റെ വ്യത്യാസം, ഉല്ലാസ് പറഞ്ഞു. അതൊക്കെ അന്നത്തെ കാലം. ഇപ്പം അങ്ങനെയല്ലടാ, ഒരേ പ്രായമുള്ള പിള്ളേരാ കെട്ടുന്നേ. 2-3 വയസ്സിൻ്റെ വ്യത്യാസം മതി അവർക്ക്. ഹണിയുടെ അപ്പൻ്റെ നമ്പർ മേടിച്ച് ഞങ്ങളൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്തു പറയുമെന്നറിയാമല്ലോ, റോണി പറഞ്ഞു. അതൊന്നും വേണ്ട, അവർ ഓസ്ട്രേലിയയിലാണ്. 5-6 മാസം കഴിഞ്ഞേ ഇനി വരൂ. അതുവരെ അച്ചായൻ പെണ്ണും കെട്ടാതെ നിൽക്കണോ? വീണ വേഷം മാറ്റി താഴേക്കിറങ്ങി വരുന്നത് കണ്ട് പെട്ടെന്ന് ആ സംസാരം നിന്നു. നീഡിൽ വർക്ക് ചെയ്ത പിങ്ക് നിറത്തിലുള്ള ചുരിദാറും ടോപ്പും വെള്ള നിറത്തിലുള്ള ഷാളുമായിരുന്നു അവളുടെ വേഷം. ആ വേഷത്തിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. വീട് പൂട്ടി അവർ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി. റോണിയാണ് കാർ ഓടിച്ചത്. ഉല്ലാസ് അവനോടൊപ്പം ഫ്രണ്ട് സീറ്റിലിരുന്നു. ബാക്ക് സീറ്റിൽ വിൽസണും വീണയും. അണ്ണ, ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഗോവയ്ക്ക് പോവുകയാണ്, ഉല്ലാസ് പറഞ്ഞു. നിങ്ങൾ 4 പേരും? വിൽസൺ ചോദിച്ചു. അതെ, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പോകാൻ പ്ലാൻ ചെയ്തതാ. അണ്ണൻ്റെ ബെഡ് റെസ്റ്റ് തീരട്ടെ എന്ന് വിചാരിച്ച ഒരാഴ്ച നീട്ടിവെച്ചത്. 2 ദിവസം അടിച്ചു പൊളിച്ചിട്ടേ വരൂ. വെള്ളമടി കുറയ്ക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ. ബീച്ചിൽ പോകുമ്പോഴും സൂക്ഷിക്കണം, കടലിലേക്ക് അധികം ഇറങ്ങരുത്, വിൽസൺ പറഞ്ഞു. അണ്ണനെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്, പക്ഷേ ഈ അവസ്ഥയിൽ പറ്റത്തില്ലല്ലോ. അച്ചായൻ പോയിക്കോളും ഹണിമൂണിന്, ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ റോണി പറഞ്ഞു. ഹണിയുണ്ട്, ഇനി മൂൺ മാത്രം മതി, തമാശ മട്ടിൽ ഉല്ലാസ് പറഞ്ഞു. വിൽസൺ തല തിരിച്ച് അവളെ ഒന്ന് നോക്കി. അവൾ മുഖം കുനിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ അനൂപ് മാത്യുവിനെ കാണാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നു. റൗണ്ട്സ് കഴിഞ്ഞ് വന്ന് വിൽസൻ്റെ കാല് ഡോക്ടർ പരിശോധിച്ചു. അല്പനേരം നടത്തിച്ചു. പാദം മടക്കുകയും നിവർത്തുകയും ചെയ്യിച്ചു. വേദനയില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി 10 മിനിറ്റ് നടക്കണം. നാളെ, മറ്റന്നാൾ 15 മിനിറ്റ്, അടുത്ത ദിവസം 20 മിനിറ്റ്, അങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടണം. ഒരാഴ്ച കഴിഞ്ഞ് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ എന്നെ കാണാൻ ഇനി വരണ്ട, മനസ്സിലായില്ലേ? ഡോക്ടർ ചോദിച്ചു. മനസ്സിലായി. നാളെ മുതൽ ഓഫീസിൽ പോയാലോ? ഓ യെസ്, കാറിലല്ലേ? അതെ, പോയിക്കോ. വീട്ടിൽ കിടന്ന് നീ 2 ആഴ്ച ബോറടിച്ച് കാണും, ഡോക്ടർ ചിരിച്ചു. എല്ലാം കേട്ടുകൊണ്ട് വീണ വിളിയിൽ നിന്നതേയുള്ളൂ. സന്തോഷത്തോടെയാണ് അവർ മടങ്ങിയത്. ഹണി തൽക്കാലം ഇവിടെ തന്നെ കാണില്ലേ? വീട്ടിലെത്തിയപ്പോൾ ഉല്ലാസ് ചോദിച്ചു. ഇനിയിപ്പോൾ അങ്കിളിന് എൻ്റെ സഹായം വേണ്ടല്ലോ, ഇന്ന് തന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്, അവൾ പറഞ്ഞു. ഒരാഴ്ച കൂടി ടെസ്റ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അതുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഹണിക്ക്? റോണി ചോദിച്ചു. ഞങ്ങൾ ഗോവയിൽ പോയിട്ട് വന്നിട്ട് പോയാൽ മതി. അണ്ണന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹായത്തിന് വേറെ ആരുമില്ലല്ലോ. എന്തിനാണ് നിർബന്ധിക്കുന്നേ? ഇത്രയും ദിവസം അവൾ ഇവിടെ കഷ്ടപ്പെടുകയായിരുന്നില്ലേ? ഇനി പോയി സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ. ഇവർ പറയുന്നതൊന്നും നീ കേൾക്കണ്ട. ഹണി, നീ പോയിക്കോ, വിൽസൺ പറഞ്ഞു. എന്തായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ, അവൾ അറിയിച്ചു. കണ്ടോ, ഇതാണ് അസൽ സ്നേഹം, റോണി പറഞ്ഞു. കൂട്ടുകാർ 2 പേര് യാത്ര പറഞ്ഞു പോയി. അപ്പോഴാണ് വിൽസൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. നോക്കിയപ്പോൾ
ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോളാണ്. ഹലോ വിൽസ, ഇത് ഞാനാ, ഈപ്പച്ചൻ. എന്താ ഇച്ചായ? അയാൾ ചോദിച്ചു. ബെറ്റി പ്രസവിച്ചു. തള്ളയും കൊച്ചും സുഖമായിരിക്കുന്നു. ഇനിയിപ്പം സിസിലി മാത്രം മതി ഇവിടെ. അടുത്ത മാസം ഞാനങ്ങ് വരുവാ. അതെയോ? നീ എന്നോട് ഹണിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ അത് തന്നെ മതിയെന്നാണ് തീരുമാനം. ഹണിയെ നിനക്ക് തന്നെ കെട്ടിച്ചു തരാം. നാളെ വിശദമായി സംസാരിക്കാം. എന്താ? മതി ഇച്ചായ, നിറഞ്ഞ ഹൃദയത്തോടെ വിൽസൺ പറഞ്ഞു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ ഹണി നിൽക്കുന്നുണ്ടായിരുന്നു. വീണയെ കണ്ട് വിൽസൺ ഗൂഢഭാവത്തിലൊന്ന് ചിരിച്ചു. ആരാ ഇപ്പം വിളിച്ചതെന്നറിയാമോ? അയാൾ ചോദിച്ചു. ആരാ? അവൾക്ക് മനസ്സിലായില്ല. ഒന്ന് ഊഹിച്ചു നോക്ക്, അയാൾ ആവശ്യപ്പെട്ടു. പഴയ കാമുകി, അവൾ പറഞ്ഞു. അവൾ അങ്ങനെ ഒരു മറുപടി പറയുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എൻ്റെ ഹണി, നീ എന്നെ വെറുതെ ശുണ്ടി പിടിപ്പിക്കല്ലേ? അയാൾ അരിശ നടിച്ചു. എന്നാൽ പറ, ആരാ വിളിച്ചേ? ഓസ്ട്രേലിയയിൽ നിന്നൊരാൾ. ചാച്ചൻ? അവൾക്ക് വിശ്വാസം വന്നില്ല. അതെ, എന്തിനാ വിളിച്ചതെന്നറിയാമോ? ഇല്ല, ഒരു സന്തോഷ വാർത്ത പറയാൻ. ഒന്നല്ല, 2 സന്തോഷ വാർത്തകൾ പറയാൻ. അവൾ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ഈശ്വരാ, എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോവുകയാണോ? ഹണിയെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് അവളുടെ ചാച്ചൻ പറഞ്ഞതിന് ശേഷം വലിയ നീരസത്തിലായിരുന്നു വിൽസൺ അങ്കിൾ. സന്തോഷിപ്പിക്കുന്ന എന്തോ ഒന്ന് അവളുടെ ചാച്ചൻ ഇപ്പോൾ അങ്കിളിനോട് പറഞ്ഞിരിക്കുന്നു. എന്തായിരിക്കും അത്? സന്തോഷ വാർത്ത എന്താണെന്ന് നീ എന്താ ഹണി ചോദിക്കാത്തത്? വിൽസന്റെ മുഖത്ത് നിന്ന് ആഹ്ലാദം അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. എന്താണ്? ദുർബല സ്വരത്തിൽ വീണ ചോദിച്ചു. നിന്റെ ചേച്ചി പ്രസവിച്ചു. നിന്നോട് പറയുന്നതിന് മുമ്പ് ഇച്ചായൻ അക്കാര്യം എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഒരു മിസ്ഡ് കോൾ എൻ്റെ മൊബൈലിൽ വന്ന് കിടപ്പുണ്ട്. ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടാതെ അവളൊരു നുണ പറഞ്ഞു. അപ്പോൾ തന്നെ ഹണിയുടെ ചാച്ചൻ അവളെ അക്കാര്യം അറിയിച്ചു കാണും. അതുപോട്ടെ, 2ാമത്തെ സന്തോഷ വാർത്ത ഞാൻ പറയട്ടെ? വിൽസൺ ചോദിച്ചു. യഥാർത്ഥ സന്തോഷ വാർത്ത തൽക്കാലം അവൾ അറിയണ്ട എന്ന് അയാൾ തീരുമാനിച്ചു. ഇത്തിരി സസ്പെൻസ് കിടക്കട്ടെ. താനായിട്ട് പറയുന്നില്ല, അവളുടെ ചാച്ചൻ്റെ നാവിൽ നിന്ന് കേൾക്കട്ടെ. 2ാമത്തെ സന്തോഷ വാർത്ത, നിന്റെ ചാച്ചൻ അടുത്ത മാസം നാട്ടിലേക്ക് വരുന്നു. വീണ ഞെട്ടി. ഹണിയുടെ ചാച്ചൻ വരുന്നതോടെ സകല കള്ളക്കളികളും പുറത്താകും. താൻ ഹണിയല്ല വീണയാണെന്ന് അങ്കിൾ മനസ്സിലാക്കും. അതോടെ തന്നെ അങ്കിൾ വെറുക്കും, ആട്ടി പുറത്താക്കും. സാരമില്ല, താമസിക്കാൻ ഒരിടമുണ്ടല്ലോ. ഒരാഴ്ച കഴിഞ്ഞ് ഒട്ടും വൈകാതെ ഹോസ്റ്റലിലേക്ക് മാറണം. പിന്നീട് ഒരിക്കലും അങ്കിളുടെ മുന്നിൽ ചെന്ന് പെടരുത്. നീ എന്താ ഹണി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? ചാച്ചൻ വരുമെന്നറിഞ്ഞിട്ടും നിന്റെ മുഖത്ത് ഒരു തെളിച്ചമില്ലല്ലോ. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല അങ്കിളെ. 1 കൊല്ലമെങ്കിലും കഴിയാതെ വരത്തില്ലെന്നും പറഞ്ഞ് 2 പേരും പോയത്. ബെറ്റി ചേച്ചിയുടെ കുഞ്ഞ് ആണോ പെണ്ണോ? അവൾ ചോദിച്ചു. അയ്യോ, അത് ഞാൻ ചോദിച്ചില്ല. എന്നെ വിളിച്ച് പറയും, നിന്റെ ചാച്ചൻ നിനക്ക് വേണ്ടി ആരെയോ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. ആരാണെന്ന് പറഞ്ഞില്ല. ശ്രീരാജിൻ്റെ കല്യാണമായിരിക്കുമെന്ന് വീണയ്ക്ക് തോന്നി. അവനെക്കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഹണിയുടെ ചാച്ചൻ പെട്ടെന്ന് വരുന്നത്. പക്ഷെ അടുത്ത മാസം അത് ഒത്തിരി വൈകിപ്പോവും. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും വന്നില്ലെങ്കിൽ ഹണിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാവും. വീണയുടെ മുഖം വിൽസൺ ശ്രദ്ധിച്ചു. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നിനക്കെന്താ ഒരു ഉഷാറില്ലാത്തത്? ഞാൻ കരുതിയത് നീ ഇപ്പോൾ തുള്ളിച്ചാടുമെന്നാ. അമ്മച്ചിയും കൂടി വന്നാലേ എനിക്ക് സന്തോഷമാകൂ. 4 വർഷമായി ഞാൻ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുവല്ലേ. പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലാമല്ലോ എന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാ അമ്മച്ചിയും ചാച്ചനും കൂടി അതിനു മുമ്പേ സ്ഥലം വിട്ടത്. വീണ പറഞ്ഞ ആ കാരണം കുറച്ചൊക്കെ ന്യായമുള്ളതായിരുന്നു. അതിനാൽ വിൽസൺ അത് വിശ്വസിക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവൻ ഇനി ബെറ്റിക്ക് അമ്മച്ചിയെ പിരിഞ്ഞ് താമസിക്കേണ്ടി വരില്ലേ? ഇപ്പോൾ കിട്ടുന്ന അവസരം അവൾ മുതലാക്കിക്കോട്ടെ. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. അവൾ മിണ്ടിയില്ല. നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ? 2 ആഴ്ച ജയിൽവാസമായിരുന്നില്ലേ? കുറച്ച് ശുദ്ധവായു ആസ്വദിക്കാൻ ഒരു കൊതി. വിഷയം മാറ്റാനായി വിൽസൺ പറഞ്ഞു. അതിന് വണ്ടി ഓടിക്കാൻ പറ്റുമോ അങ്കിളിന്? അവൾ സംശയിച്ചു. ഡ്രൈവ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാലിന് വേദന വരുമോ എന്നറിയണമല്ലോ. എന്തായാലും 1 ആഴ്ച കൂടി ലീവ് നീട്ടി. അതിനുള്ളിൽ എല്ലാം പെർഫെക്റ്റ് ആക്കാതെ പറ്റില്ലല്ലോ. ചെല്ലില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഒറ്റയ്ക്ക് പോകുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഞാൻ ഇപ്പോൾ വരാം. വേഷം മാറ്റാനായി വീണ മുകളിലേക്ക് ചെന്ന് വിൽസൺ അത് നോക്കി നിന്നു. ഈപ്പച്ചായൻ അടുത്ത മാസം വരും. കെട്ടുറപ്പിക്കാനാണ് വരുന്നത്. 2-3 മാസത്തിനുള്ളിൽ ഹണി തൻ്റേതാകും. വിൽസന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്ര വേഗം ഈപ്പച്ചായന് മനസ്സുമാറ്റം ഉണ്ടാകാൻ എന്താണ് കാരണം? ഒന്നുകിൽ വീട്ടുകാരെല്ലാം കൂടി ചർച്ച ചെയ്തപ്പോൾ വിൽസനാണ് എല്ലാം കൊണ്ട് യോഗ്യനെന്ന് ബോധ്യപ്പെട്ട് കാണും.
അല്ലെങ്കിൽ ഹണിയുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് തന്നെ അത്രയ്ക്കിഷ്ടമാണെന്ന് മനസ്സിലായി കാണും. രണ്ടായാലും തൻ്റെ ഭാഗ്യം. അയാൾ റൂമിലേക്ക് ചെന്ന് ജീൻസും ടീഷർട്ടും എടുത്തു ധരിച്ചു. നടക്കുമ്പോൾ പാദത്തിൽ ചെറുതായൊരു പിടുത്തമുണ്ട്. പക്ഷേ 2 ദിവസം കൊണ്ട് അത് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നിലക്കണ്ണാടിയിൽ നോക്കി മുടി ചീകി വെച്ചു. മുടി വെട്ടിക്കാറായി എന്ന് അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്. നാളെയോ മറ്റന്നാളോ ഒറ്റയ്ക്ക് പോകുമ്പോൾ മുടി വെട്ടിക്കാം. വേഷം ധരിച്ച് വീണ പെട്ടെന്ന് വന്നു. അവൾ ഒട്ടും മേക്കപ്പ് ഇട്ടിരുന്നില്ല. എന്നിട്ടും അവളുടെ സൗന്ദര്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വീട് പൂട്ടിയിട്ട് കാറെടുത്ത് അവർ സിറ്റിയിലേക്ക് പോയി. ഫ്രണ്ട് സീറ്റിൽ വിൽസന്റെ അടുത്താണ് അവൾ ഇരുന്നത്. അങ്കിൾ, എന്ന് വരെയാണ് ലീവ്? അവൾ ചോദിച്ചു. ശനിയാഴ്ച വരെ. തിങ്കളാഴ്ച മുതൽ ഓഫീസിൽ പോകണം. ഞായറാഴ്ച ഞാൻ ഹോസ്റ്റലിലേക്ക് പോകും, അവൾ പറഞ്ഞു. പോകണ്ട എന്ന് ഞാൻ പറയുകയില്ല. കാരണം എനിക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടു. അണ്ണി, ഇനി കുറേ നാൾ നീ റെസ്റ്റ് എടുക്ക്. അങ്കിൾ ഹോട്ടൽ ഭക്ഷണം ഉപേക്ഷിക്കണം. അതിന് പെണ്ണ് കെട്ടിയാലേ പറ്റൂ, അവൾ ഉപദേശിച്ചു. പെണ്ണ് കെട്ടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് കാരണക്കാരി നീയാണ്. ഒരു പെണ്ണിൻ്റെ സാമീപ്യവും സ്നേഹവും പരിചരണവും ഒരു പുരുഷന് കൂടിയേ കഴിയൂ എന്ന് നീയാണ് എനിക്ക് മനസ്സിലാക്കിച്ചു തന്നത്. വീണ മിണ്ടിയില്ല. ഞാനിപ്പോൾ ഒരു കുടുംബജീവിതം സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു. ചില കാര്യങ്ങൾക്ക് ചില നിമിത്തങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് പറയാറില്ലേ? എൻ്റെ ചിട്ടയില്ലാത്ത ഏകാന്ത ജീവിതത്തിന് അവസാനമുണ്ടാക്കാൻ നിമിത്തമായത് നീയാണ്. വിൽസൺ ഇടതു കൈയെടുത്ത് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ കൈ പിൻവലിച്ചില്ല. അങ്കിളിന് നല്ല ഒരു പെണ്ണിനെ കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം, അവൾ പറഞ്ഞു. നിന്റെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും ഫലമുണ്ടാകും. അവർ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് നടത്തി. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി രാത്രി ഭക്ഷണം കഴിച്ചു. തിരിച്ചു വന്നപ്പോൾ 8 മണി കഴിഞ്ഞിരുന്നു. അങ്കിളിന് ഇനി എന്തെങ്കിലും വേണോ? മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ ചോദിച്ചു. ഒരു ഉമ്മ വേണമെന്ന് പറയണമെന്നുണ്ടായിരുന്നു വിൽസൺ, പക്ഷെ പറഞ്ഞില്ല. ഇല്ല ഹണി. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്. വീണ മുകളിലേക്ക് പോയി. വാതിലടച്ച് ഡ്രസ് മാറ്റി ഒരു നൈറ്റി എടുത്ത് ധരിച്ച് അവൾ ഉറങ്ങാതെ കിടന്നു. ഇനി 6 ദിവസം മാത്രം. അത് കഴിഞ്ഞ് ഈ വീട് വിട്ടു പോവുകയാണ്. വിൽസൺ എന്ന മനുഷ്യനെയും വിട്ടു പോവുകയാണ്. തമ്മിലൊരു ബന്ധവും ഇനി ഉണ്ടാവുകയില്ല. വീണയ്ക്ക് കരച്ചിൽ വന്നു. ഇരുട്ടിൽ കിടന്ന് അവൾ ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞു. രാത്രിയിൽ വളരെ വൈകിയാണ് ഹണി ഉറങ്ങിയത്. എങ്കിലും രാവിലെ അവൾ നേരത്തെ ഉണർന്നു. എഴുന്നേൽക്കാൻ തോന്നിയില്ല. എന്തിനു എഴുന്നേൽക്കണം? എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാണ്? ചെരിഞ്ഞു കിടന്ന് അവൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർത്തു. കുട്ടിക്കാലത്തെ ബെറ്റി ചേച്ചിയോടൊപ്പം ഓടിച്ചാടി നടന്നതും കളിച്ചതും തല്ലുകൂടിയതും സ്നേഹിച്ചതും ചാച്ചനും അമ്മച്ചിയും വാത്സല്യത്തോടെ വളർത്തിയതും സ്കൂളിൽ വിട്ടതും കോളേജിൽ ചേർത്തതും. 2 പേർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ബെറ്റി ചേച്ചി അവരുടെ ആഗ്രഹത്തിനൊത്തു പഠിച്ചു. ജോലി കിട്ടി. നല്ലൊരു കുടുംബത്തിൽ നിന്ന് റോബിൻ എന്ന എഞ്ചിനീയറുടെ ബന്ധവും കിട്ടി. പക്ഷേ ഞാനോ? ഇളയ മോൾ ചെന്ന് ചാടിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അറിയുമ്പോൾ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ഹൃദയം പൊട്ടും. റോബിൻ ചേട്ടൻ പുച്ഛിക്കും. അപമാനഭാരത്തോടെ ബെറ്റി ചേച്ചിക്ക് തലകുനിക്കേണ്ടി വരും. ഡോർ കർട്ടൻ്റെ വിടവിലൂടെ സൂര്യപ്രകാശം കയറി വരാൻ തുടങ്ങിയപ്പോൾ ഹണി മൊബൈൽ എടുത്ത് സമയം നോക്കി. മണി 8:30. ഒട്ടും വിശപ്പ് തോന്നുന്നില്ല. പിന്നെന്തിനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം? പെട്ടെന്നാണ് ഹണി വേറൊരു കാര്യം ഓർത്തത്. ജീവൻ്റെ ഒരു പൊടിപ്പ് തൻ്റെ വയറിനുള്ളിൽ തുടിക്കുന്നുണ്ട്. താൻ പട്ടിണി കിടന്നാൽ അതും പട്ടിണിയാകും. അത് ക്രൂരതയാണ്. അവൾ വേഗം എഴുന്നേറ്റു. പല്ല് ബ്രഷ് ചെയ്തിട്ട് കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ 4-5 കഷ്ണം ബ്രെഡ് ബാക്കിയുണ്ട്. ഫ്രിഡ്ജിൽ മുട്ടയുമുണ്ട്. ബുൾസൈ ഉണ്ടാക്കി ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാം. ഒരു ഗ്ലാസ് പാലും കുടിക്കാം. ശരീരം ക്ഷീണിക്കാൻ പാടില്ല. അവൾ പാല് കാച്ചി ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു. ബ്രെഡ് എടുത്ത് പ്ലേറ്റിൽ വെച്ചു. ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് 2 മുട്ടയെടുത്ത് ഓരോന്നായി പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു. മുട്ട വേകുന്ന മണം മൂക്കിലടിച്ചപ്പോൾ പെട്ടെന്ന് അവൾക്ക് മനം പുരട്ടി വന്നു. ഛർദ്ദിക്കാതെ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ബർണർ ഓഫ് ചെയ്തിട്ട് അവൾ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഓടി. ഛർദ്ദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മഞ്ഞയും പച്ചയും കലർന്ന ഒരു തരം കൊഴുത്ത ദ്രാവകം അടിവയറ്റിൽ നിന്ന് അവളുടെ വായിലെത്തി. കൈപ്പോടെ അവളത് തുപ്പിക്കളഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് ശാന്തമായി. പക്ഷെ ബുൾസൈ അവൾ ഉപേക്ഷിച്ചു. കഴിക്കാൻ പേടിയായിരുന്നു. ബ്രെഡും പാലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണയുടെ കോൾ വന്നത്. ഹലോ വീണ. അവൾ കോൾ എടുത്തു. നീ എന്തെടുക്കുവാ? കഴിക്കുവാടി. രാവിലെ എന്തുണ്ടാക്കി? കാര്യമായി ഒന്നും ഉണ്ടാക്കിയില്ല. പാലും ബ്രെഡും. അതുപോരാ. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല പോഷക ഗുണങ്ങളുള്ള ഫുഡ് കഴിച്ചേ പറ്റൂ. എനിക്കറിയാമടി. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ തുടങ്ങിയെന്നാ തോന്നുന്നേ. ഞാൻ ഒറ്റയ്ക്ക് എല്ലാം അനുഭവിക്കേണ്ടി വരും. സാരമില്ല. ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം ഞാൻ തന്നെ. നീ സമാധാനപ്പെട്. അങ്ങനെയൊന്നും വരില്ല.
ഇന്നലെ വിൽസൺ അങ്കിളിൻ്റെ നിന്റെ ചാച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തു പറഞ്ഞു അങ്കിൾ? അടുത്ത മാസം നാട്ടിൽ വരുമെന്നും ഹണിയുടെ മാരേജ് ഉടൻ നടത്തുമെന്നും പയ്യനെ കണ്ടുവച്ചു കഴിഞ്ഞെന്നുമാണ് അങ്കിളിനോട് പറഞ്ഞത്. വീണ അറിയിച്ചു. ചാച്ചൻ ചെന്ന് അവൻ്റെ അച്ഛനെ കണ്ട് സംസാരിക്കും. പക്ഷെ എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്നാ എൻ്റെ സംശയം. ശുഭാപ്തി വിശ്വാസമില്ലായിരുന്നു ഹണിക്ക്. ഒക്കെ ശരിയാകും. പക്ഷെ എനിക്കതല്ല പേടി. അടുത്ത മാസം നിന്റെ ചാച്ചൻ വരുമ്പോഴേക്ക് ഒരുപാട് വൈകിപ്പോകത്തില്ലേ? നീ ചാച്ചനോട് യഥാർത്ഥ സ്ഥിതി പറഞ്ഞോ? വീണ ചോദിച്ചു. ഇല്ല, എനിക്ക് പറ്റില്ല. എനിക്കതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. ഓർത്തപ്പോൾ തന്നെ ഹണി നടുങ്ങി. ശ്രീരാജൻ്റെ വീട്ടിൽ ചെന്ന് എത്രയും വേഗം വേണ്ടപ്പെട്ട ആരെങ്കിലും സംസാരിക്കണം. നിന്റെ ചാച്ചൻ വരുന്നത് നോക്കിയിരുന്നാൽ പറ്റില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകും. ശ്രീരാജൻ അവർ വേറെ കല്യാണം തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്മാറാൻ അവർക്ക് പിന്നെ കഴിയാതെയാവും. വീണ മുന്നറിയിപ്പ് കൊടുത്തു. എനിക്ക് വേണ്ടി വേറെ ആര് പോകാനാടി? നിസ്സഹായതയോടെ ഹണി ചോദിച്ചു. ഒരാളുണ്ട്. ആര്? വിൽസൺ അങ്കിൾ. വീണ പറഞ്ഞു. അങ്കിളോ? നീ എന്ത് ഭ്രാന്താ വീണ ഈ പറയുന്നേ? നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം അങ്കിളിനോട് പറയേണ്ടി വരില്ലേ? നീ ഹണിയല്ല വീണയാണെന്ന് അങ്കിൾ അറിയും. നമ്മൾ വിഡ്ഢിയാക്കിയതിന് ഒരിക്കലും അങ്കിൾ നമുക്ക് മാപ്പ് തരില്ല. നമ്മൾ പിന്നെ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട. ഹണി പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. എങ്കിൽ എത്രയും വേഗം ശ്രീരാജൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് നിന്റെ ചാച്ചന് കൊടുക്ക്. നേരിട്ട് വിളിച്ച് സംസാരിക്കട്ടെ. ഒട്ടും സമയം കളയാനില്ല. നിന്റെ ചാച്ചൻ സീരിയസ് ആയിട്ട് ശ്രമിച്ചാൽ ശ്രീരാജനെ വേറെ വല്ല കല്യാണാലോചന ഉണ്ടെങ്കിൽ അതവിടെ നിൽക്കുമടി. വീണ പറഞ്ഞു. എൻ്റെ കയ്യിൽ നമ്പറില്ല. എന്തായാലും ഇന്ന് തന്നെ ഞാൻ ശ്രീജയുടെ വീട്ടിലൊന്ന് പോകാം. അവിടുന്ന് നമ്പർ മേടിക്കാം. അവർ തരുമോ? നിന്നോട് നല്ല ദേഷ്യം കാണില്ലേ അവർക്ക്? കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ നമ്മൾ ശ്രമിച്ചില്ല എന്ന് പിന്നീട് ഒരു ഖേദം വേണ്ടല്ലോ. ഹണി പറഞ്ഞു. എങ്കിൽ ഇപ്പം തന്നെ നീ പോയിട്ട് വാ. അത് കഴിഞ്ഞ് എന്നെ വിളിക്കണേ. വിളിക്കാമടി. ഹണി കോൾ കട്ട് ചെയ്തു. അവൾ അല്പനേരം ആലോചിച്ചിരുന്നു. അടുത്ത ഭാഗം നാളെ.